എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സൂര്യജിത്ത്. ഞാൻ ചാപ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ UP വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. ഞാനിന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ ദ സെന്റർ ഓഫ് പവർ എന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. നോക്കിക്കോ, മിഡീവൽ ഇന്ത്യ ദ സെന്റർ ഓഫ് പവർ, അതായത് മധ്യകാലഘട്ടങ്ങളിൽ മിഡീവൽ ഇന്ത്യ, അതായത് മധ്യകാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ കേന്ദ്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുമാണ് എന്ത് ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഡൽഹി, അതായത് ഇന്ത്യയുടെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഡൽഹി ആയിരുന്നു. എന്താണ് ഇന്ത്യയുടെ സെന്റർ അല്ലെങ്കിൽ പവർ, ഇന്ത്യയുടെ അധികാരത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഡൽഹി ആയിരുന്നു. അപ്പൊ ഈ ഡൽഹിയെ കുറിച്ചും ഡൽഹി ഭരിച്ച കിങ്ഡംസ്, രാജവംശങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന അധികാര കേന്ദ്രീകരണത്തെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഡൽഹി. അതായത് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞു അധികാരങ്ങളുടെ കേന്ദ്രം അല്ലെങ്കിൽ പവറിന്റെ സെന്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഏത് നദിയുടെ തീരത്താണ്? യമുന. ഡൽഹി സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായിരുന്നു ഏത്? ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹിയുടെ 3 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു ഡൽഹിയുടെ 3 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഒന്നാമത്തെയാണ് എന്ത്? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ. ഒന്നാമത്തെ എന്താണ്? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ. 2 ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. എന്താണ്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. 3 യമുന റിവർ. നമ്മൾ പറഞ്ഞു യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? യമുന റിവർ. ഈ 3 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യാനുള്ളത്? ആദ്യം പഠിക്കാനുള്ളത്. നമ്മളിത് പഠിക്കാൻ കാരണം എന്ന് വെച്ചാൽ മറ്റു രാജാക്കന്മാർ, അതായത് ഡൽഹിയെ ഭരിച്ചിരുന്ന രാജവംശം ഉണ്ടല്ലോ, അതുപോലെ മറ്റു രാജാക്കന്മാർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രദേശമായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 3 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ എന്തുവായിരുന്നു ജോഗ്രഫിക്കൽ ഫീച്ചർ? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ. അതായത് ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിനിലെ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഈസ് ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ. ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ, സിന്ധു ഗംഗ സമതലം, അതായത് ഈ സമതല പ്രദേശത്ത് എന്ന് വെച്ചാൽ അവിടുത്തെ ഫെർട്ടിലിറ്റി, അവിടുത്തെ മണ്ണിന്റെ ഫലഭൂഷ്ഠത, ഫെർട്ടിലിറ്റി എന്തിന് അനുയോജ്യമായിരുന്നു? വളക്കൂർ എന്തിന് അനുയോജ്യമായിരുന്നു? കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ മണ്ണായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ ആയിരുന്നു ഒന്നാമത്തെ ജോഗ്രഫിക്കൽ ഫീച്ചർ. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഈസ് ഹൈലി ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിനില് അവിടുത്തെ മണ്ണിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ വളക്കൂർ, ഫെർട്ടിലിറ്റി എന്തിന് അനുയോജ്യമായിരുന്നു? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായിരുന്നു. അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡൽഹി അഗ്രികൾച്ചർ മേഖലയിൽ, കാർഷിക മേഖലയിൽ വൻ പുരോഗതി കൈവരിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഡൽഹി എന്ന് പറയും. ഈ രണ്ടാമത്തെ ആയിരുന്നു ഇത് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. എന്താണ്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. ആരവല്ലി മലനിരകൾ. ആരവല്ലി മലനിരകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ്, ഏറ്റവും പഴക്കം ചെന്ന മലനിരകളാണ് ഇത് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിനെ കുറിച്ച് പറയാൻ കാരണം നോക്കിക്കോ, 2 ഫീച്ചറുകളാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളത്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് എന്ത്? The Aravalli mountain range supplied rocks for the construction of buildings and forts in the Delhi. അതായത് ഡൽഹിയിലുള്ള ഫോർട്ട്സ്, ഫോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? FORT, ഫോർട്ട്, കോട്ടകൾ. എന്താണ്? കോട്ടകൾ. അതായത് ഡൽഹിയിൽ നിർമ്മിക്കുന്ന കോട്ടകൾക്കും അതുപോലെ ബിൽഡിംഗ്സ്, കെട്ടിടങ്ങൾക്കും ആവശ്യമായ റോക്സ്, പാറകളൊക്കെ എടുത്തിരുന്നത് അവർ എവിടെ നിന്നായിരുന്നു? ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിൽ നിന്നായിരുന്നു. രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? ഇറ്റ് സപ്ലൈഡ് റോക്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ഫോർട്ട്സ്. അതായത് കെട്ടിടങ്ങളും അതുപോലെ കോട്ടകളും ഒക്കെ പണിയുന്നതിന് ആവശ്യമായ എന്താണ്? റോക്സ് സപ്ലൈ ചെയ്തിരുന്നത് എവിടെ നിന്നായിരുന്നു? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിൽ നിന്നാണ്. അതുപോലെ തന്നെ ഡൽഹിയെ ചുറ്റും, അതായത് ഡൽഹിയുടെ ചുറ്റും കിടക്കുന്ന ഒരു മലനിരയായിരുന്നു ഏത്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. അതുകൊണ്ട് തന്നെ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഡൽഹി അറ്റാക്ക് ചെയ്യാൻ വരണമെങ്കിൽ ഏത് മല കയറി വേണം വരാൻ? ഈ ആരവല്ലി മലനിരകൾ കയറി വേണം വരാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അവരെ ഡൽഹിയിലുള്ളവർക്ക് അതായത് ഒപ്പോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് രണ്ടാമത്തെ ഫീച്ചർ എന്താണ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് എന്ന് വെച്ചാൽ? ഇറ്റ് റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. അതായത് എന്ത്? ഇൻവേഷൻസ് എന്താണ് മക്കളെ? കടന്നുകയറ്റം. എന്താണ്? കടന്നുകയറ്റം. ഇൻവേഷൻസ് എന്താണ്? കടന്നുകയറ്റം. അതായത് മറ്റ് രാജ്യത്തുനിന്ന് വരുന്ന എനിമീസ്, അവരുടെ ശത്രുക്കളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് ഡൽഹിയെ രക്ഷിച്ചിരുന്നത് ആരായിരുന്നു? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഡൽഹിയുടെ രണ്ടാമത്തെ ജോഗ്രഫിക്കൽ ഫീച്ചർ ആയിരുന്നു ഏത്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിന്റെ 2 ചെറിയ ഫീച്ചേഴ്സ്. ഒന്ന്, ഇറ്റ് സപ്ലൈഡ് റോക്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ഫോർട്ട്സ് ഇൻ ഡൽഹി. രണ്ടാമത്തെ ചെറിയ ഫീച്ചർ എന്തുവായിരുന്നു? ഇറ്റ് റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. അതായത് ശത്രുക്കളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് ഡൽഹിയെ രക്ഷിച്ചിരുന്ന ആരായിരുന്നു? ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ആയിരുന്നു. അടുത്ത മൂന്നാമത്തെയാണ് യമുന റിവർ. എന്താണ്? യമുന റിവർ, അതായത് യമുന നദി. അതായത് നമ്മൾ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് ഈ റോഡോ അല്ലെങ്കിൽ റെയിൽവേയോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. പണ്ട് കാലത്ത് കടൽ മാർഗം അല്ലെങ്കിൽ
പുഴ മാർഗമൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്ന ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഡൽഹിയിലുള്ള ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ആരായിരുന്നു? യമുന റിവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, എന്താണ് ജലഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് കൂടുതലായിട്ട് പോസിബിൾ ആയത് ഏതിൽ കൂടെയാണ്? യമുന റിവറിൽ കൂടെയാണ്. അപ്പൊ യമുന റിവർ ഡൽഹി എന്തിന് സഹായിച്ചിരുന്നു? വാട്ടർ ട്രാൻസ്പോർട്ടേഷന് സഹായിച്ചിരുന്നു. അതുപോലെ ഡൽഹിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഉണ്ടല്ലോ, വാട്ടർ, നമ്മൾ ബിൽഡിങ്ങുകൾ പണിയാൻ വേണം, അവർക്ക് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് വെള്ളം വേണ്ടേ? അവർക്ക് ആവശ്യമായ വെള്ളം എല്ലാം സപ്ലൈ ചെയ്തിരുന്ന ആരായിരുന്നു? ഈ യമുന റിവറിൽ നിന്നായിരുന്നു. അപ്പൊ മനസ്സിലായോ? യമുനയുടെ രണ്ട് ഫീച്ചേഴ്സ്: ഒന്ന് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആക്കിയതും, രണ്ട് വാട്ടർ സപ്ലൈ, അതായത് ഡൽഹിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ വാട്ടർ സപ്ലൈ നൽകിയിരുന്ന ആരായിരുന്നു? ഈ യമുന റിവർ ആയിരുന്നു. ഇത്രയുമാണ് എന്ത് നമ്മുടെ 3 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഒന്നാമത്തെ എന്തായിരുന്നു? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ, 2 ആരവല്ലി മൗണ്ടൻ റേഞ്ച്, 3 യമുന റിവർ. ഇനി നോക്കിയേ, അടുത്തയാണ് എന്ത്? നമ്മൾ പറഞ്ഞല്ലോ ഡൽഹി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്ത് മക്കളെ? ദില്ലിക. എന്താണ്? ദില്ലിക. ഡൽഹി പണ്ട് കാലത്ത് അറിയപ്പെട്ട പേരെന്തായിരുന്നു? ദില്ലിക എന്നായിരുന്നു. എന്ത് നേരത്തെ അറിയപ്പെട്ടത്? നമ്മുടെ ഡൽഹി നേരത്തെ അറിയപ്പെട്ടത്. ഈ ഡൽഹി ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശമാണ് ചൗഹാൻ ഡൈനാസ്റ്റി. എന്താണ്? ചൗഹാൻ ഡൈനാസ്റ്റി, ചൗഹാൻ രാജവംശം. ഈ ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവ് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് 1 മാർക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദ ലാസ്റ്റ് റൂളർ ഓഫ് ചൗഹാൻ ഡൈനാസ്റ്റി ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു ചൗഹാൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ജിയോഗ്രഫിക്കൽ ഫീച്ചറിന് ശേഷം പറഞ്ഞത്. ഡൽഹിയുടെ പഴയ പേരെന്തുവായിരുന്നു? ദില്ലിക. ഡൽഹിയുടെ പഴയ പേരെന്തുവായിരുന്നു മക്കളെ? ദില്ലിക എന്നായിരുന്നു. അതുപോലെ എന്താണ്? നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ചൗഹാൻ ഡൈനാസ്റ്റി. ഈ ചൗഹാൻ ഡൈനാസ്റ്റിയിലെ അവസാന രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഈ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയത്, ഡിഫീറ്റ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ്? മുഹമ്മദ് എന്ന് പറയുന്ന രാജാവാണ് ആരെ പരാജയപ്പെടുത്തത്? ആരെ ഡിഫീറ്റ് ചെയ്തത്? നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്ത്. മുഹമ്മദ് ആരാണെന്ന് അറിയാവോ? അഫ്ഗാനിസ്ഥാനിലെ, അതായത് നമ്മുടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഏത്? ഗോർ. ഏതാണ്? ഗോർ. നമ്മുടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഒരു നാട്ടുരാജ്യമായിരുന്ന ഗോറിലെ രാജാവായിരുന്നു, റൂളർ ആയിരുന്നു ആര്? മുഹമ്മദ്. ഈ മുഹമ്മദ് ആരെ ഡിഫീറ്റ് ചെയ്തു? പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്തു. മുഹമ്മദ് ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ ആണല്ലോ. പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. അങ്ങനെ ഏത് അവസാനിച്ചു? ഇന്ത്യയിൽ നിന്ന് ചൗഹാൻ ഡൈനാസ്റ്റിയുടെ ഭരണം ഇന്ത്യയിൽ നിന്ന് അവസാനിച്ചു. ഇത് നോക്കിയ മക്കളെ, ഇതിൽ ഈ മുഹമ്മദ് അതിനകത്ത് വന്ന മുഹമ്മദ് ഓഫ് ഗോർ അല്ലെങ്കിൽ മുഹമ്മദിന്റെ കമാൻഡർ ഇൻ ചീഫ്. എന്താണ്? കമാൻഡർ ഇൻ ചീഫ്, സൈനിക തലവൻ. എന്താണ്? കമാൻഡർ ഇൻ ചീഫ്. മുഹമ്മദ് ഓഫ് ഗോറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആര്? കുത്ബുദ്ദീൻ ഐബക്ക്. ആരാണ്? കുത്ബുദ്ദീൻ ഐബക്ക്. അതായത് മുഹമ്മദ് ഓഫ് ഗോറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആര്? കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. കമാൻഡർ ഇൻ ചീഫ് എന്ന് വെച്ചാൽ എന്താണ്? സൈനിക തലവൻ. ഓക്കെ ആണല്ലോ. മുഹമ്മദ് ഓഫ് ഗോറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? കുത്ബുദ്ദീൻ ഐബക്ക് ആണല്ലോ. കുത്ബുദ്ദീൻ ഐബക്ക് കമാൻഡർ ഇൻ ചീഫ് ആവുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ആര് മരണപ്പെടുന്നു? മുഹമ്മദ് മരണപ്പെടുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. മരണപ്പെടുന്നതിന് ശേഷം ആര് അധികാരത്തിൽ വരുന്നു? ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന കുത്ബുദ്ദീൻ എവിടെ അധികാരത്തിൽ വരുന്നു? ഡൽഹിയിൽ അധികാരത്തിൽ വരും. മനസ്സിലായോ? അതായത് നമ്മുടെ മുഹമ്മദ് ഓഫ് ഗോറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന കുത്ബുദ്ദീൻ ഐബക്ക് ആരുടെ മരണത്തിന് ശേഷം? മുഹമ്മദിന്റെ മരണത്തിന് ശേഷം എവിടെ അധികാരത്തിൽ വരുന്നു? ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നു. അങ്ങനെ കുത്ബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണത്തെ വിളിച്ച പേരാണ് എന്ത്? മാംലൂക്ക് ഡൈനാസ്റ്റി. എന്താണ് മക്കളെ? മാംലൂക്ക് ഡൈനാസ്റ്റി. എന്താണ്? മാംലൂക്ക് ഡൈനാസ്റ്റി. ഈ മാംലൂക്ക് ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേരായിരുന്നു സ്ലേവ് ഡൈനാസ്റ്റി. എന്താണ്? അടിമ രാജവംശം എന്ന് പറയുന്നത് പറയും അടിമ രാജവംശം. അതാണ് കുത്ബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഡൈനാസ്റ്റി, അദ്ദേഹത്തിന്റെ ഒരു ഭരണ രാജവംശത്തെ വിളിച്ച പേരായിരുന്നു എന്ത്? മാംലൂക്ക് ഡൈനാസ്റ്റി. ഈ മാംലൂക്ക് ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേര് സ്ലേവ് ഡൈനാസ്റ്റി. ഓക്കെ ആണല്ലോ. അങ്ങനെ ആര് അധികാരത്തിൽ വരുന്നു? കുത്ബുദ്ദീൻ ഐബക്ക്. എന്നാ അധികാരത്തിൽ വരുന്നത്? CE 1206 1206 ആര് അധികാരത്തിൽ വരുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക് അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിന്റെ രാജവംശത്തെ വിളിച്ച പേര്, അദ്ദേഹത്തിന്റെ കിങ്ഡത്തിനെ വിളിച്ച പേര് മാംലൂക്ക് ഡൈനാസ്റ്റി, മറ്റൊരു പേര് സ്ലേവ് ഡൈനാസ്റ്റി. അങ്ങനെ CE 1206 മുതൽ 1526 വരെ എന്ന് മുതലാണ് CE 1206 to CE 1526. അതായത് 1206 മുതൽ 1526 വരെയുള്ള ഡൽഹിയിലെ ആ ഒരു ഭരണ കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു റൂൾ പീരീഡ്, ആ റൂൾ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുൽത്താനേറ്റ് പീരീഡ്. എന്താണ്? സുൽത്താനേറ്റ് പീരീഡ്. എന്ന് മുതൽ എന്ത് പറയാം? സുൽത്താനേറ്റ് പീരീഡ് എന്ന് വെച്ചാൽ ദ പീരീഡ് ബിറ്റ്വീൻ
CE 1206 to CE 1526 is known as സുൽത്താനേറ്റ് പീരീഡ്. ആ സുൽത്താനേറ്റ് പീരീഡിലുള്ള രാജാക്കന്മാരെ നമ്മൾ വിളിച്ച പേരാണ് സുൽത്താൻസ്. എന്താണ്? സുൽത്താൻസ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഖുത്ബുദ്ദീൻ ഐബക്ക് ആരായിരുന്നു? ആരുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു? മുഹമ്മദ് അഫ്ഗോറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. മുഹമ്മദ് അഫ്ഗോർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പൃഥ്വിരാജ് ചൗഹാനെയാണ് പരാജയപ്പെടുത്തിയത്. മുഹമ്മദ് അഫ്ഗോറിന്റെ മരണശേഷം ആര് അധികാരത്തിൽ വരുന്നു? ഡൽഹിയിൽ ഖുത്ബുദ്ദീൻ ഐബക്ക് അധികാരത്തിൽ വരുന്നു. ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ രാജവംശത്തെ വിളിച്ച പേര് മാംലൂക്ക് ഡൈനാസ്റ്റി. അറിയപ്പെടുന്ന മറ്റു പേര് സ്ലേവ് ഡൈനാസ്റ്റി. ഇനി എന്താണ് എന്ന് അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 1206. അപ്പൊ ഇന്ത്യയിൽ സുൽത്താനേറ്റ് പീരീഡ് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് മക്കളെ? 1206 1206 അങ്ങനെ 1206 മുതൽ 1526 1526 വരെയുള്ള കാലഘട്ടത്തെ ഇന്ത്യയിൽ എന്തെന്നറിയപ്പെടുന്നു? സുൽത്താനേറ്റ് പീരീഡ് എന്നറിയപ്പെടുന്നു. സുൽത്താനേറ്റ് പീരീഡിലെ രാജാക്കന്മാരെ വിളിച്ച പേരാണ് സുൽത്താൻസ്. എന്താണ്? സുൽത്താൻ. സുൽത്താനേറ്റ് പീരീഡിലെ രാജാക്കന്മാരെ അല്ലെങ്കിൽ റൂളേഴ്സ് നമ്മൾ അറിയപ്പെട്ട പേരെന്തായിരുന്നു? സുൽത്താൻമാരെന്നായിരുന്നു. ആരെ വിളിച്ചിരുന്നത്? സുൽത്താനേറ്റ് പീരീഡിലെ രാജാക്കന്മാരെ. പ്രധാനമായിട്ടും 5 രാജവംശങ്ങളായിരുന്നു എന്ത് ചെയ്യുന്നത്? ഡൽഹി ഭരിച്ചിരുന്നത്. സുൽത്താനേറ്റ് പീരീഡ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 5 ഡൈനാസ്റ്റീസ് റൂൾഡ് ഡൽഹി. 5 രാജവംശങ്ങളായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ആദ്യത്തെ നമ്മൾ പറഞ്ഞത് മാംലൂക്ക് ഡൈനാസ്റ്റി. ആരാണ്? മാംലൂക്ക് ഡൈനാസ്റ്റി. രണ്ടാമത്തതോ ഖിൽജി ഡൈനാസ്റ്റി. രണ്ടാമത്തേതാണ് ഖിൽജി ഡൈനാസ്റ്റി. 3 തുഗ്ലക് ഡൈനാസ്റ്റി. 3 ഏതാണ്? തുഗ്ലക് ഡൈനാസ്റ്റി. 4ാമത്തത് സയ്യിദ് ഡൈനാസ്റ്റി. ഏതാണ്? സയ്യിദ് ഡൈനാസ്റ്റി. 5 ലോധി ഡൈനാസ്റ്റി. ഏതൊക്കെയാണ് മക്കളെ? 1ാമത്തത് മാംലൂക്ക് ഡൈനാസ്റ്റി, 2 ഖിൽജി ഡൈനാസ്റ്റി, 3 തുഗ്ലക് ഡൈനാസ്റ്റി, 4 സയ്യിദ് ഡൈനാസ്റ്റി, 5 ലോധി ഡൈനാസ്റ്റി. അപ്പൊ ഇത്രയും വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവരുടെ എന്താണ് രാജാക്കന്മാരുടെ പേരൊക്കെ ഉണ്ട്. 5 ഡൈനാസ്റ്റിയിലും രാജാക്കന്മാരെ വെച്ചുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടല്ലോ, ഡൽഹിയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ പവർ അധികാരത്തിന്റെ കേന്ദ്രമായിരുന്നു ഏത്? ഡൽഹി എന്ന് പറയുന്നത്. അങ്ങനെ ഡൽഹി ഏത് നദിയുടെ തീരത്താ സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഏതായിരുന്നു? യമുന നദിയുടെ. ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ആ ഡൽഹിയെ കുറിച്ച് പറഞ്ഞു. ഡൽഹിയുടെ 3 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിന്, 2 ഏതാ? ആരവല്ലി മൗണ്ടൻ റേഞ്ച്, 3 യമുന റിവർ. 3 ഓക്കെ ആയല്ലോ. അതിന്റെ 3ന്റെയും കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഡൽഹി അറിയപ്പെട്ട മറ്റ് പഴയ പേരെന്തുവായിരുന്നു? ദില്ലിക. എന്താണ്? ദില്ലിക. ഡൽഹി ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജവംശം ഉണ്ടായിരുന്നു. ഏതാ? ചൗഹാൻ ഡൈനാസ്റ്റി. ഈ ചൗഹാൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നത് മുഹമ്മദ് അഫ്ഗോർ. മുഹമ്മദ് അഫ്ഗോർ എവിടുത്തെ രാജാവായിരുന്നു? ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്നു. ഈ മുഹമ്മദ് അഫ്ഗോറിന്റെ കമാൻഡർ ഇൻ ചീഫ് സൈനിക തലവനായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക്. ഈ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ ഭരണ കാലഘട്ടത്തെ വിളിക്കുന്ന പേര് മാംലൂക്ക് ഡൈനാസ്റ്റി. അറിയപ്പെടുന്ന മറ്റൊരു പേര് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ രാജവംശം. 1206 1206 അധികാരത്തിൽ വരുന്നത്. 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തെ ഇന്ത്യയിൽ അറിയപ്പെട്ടത് സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് പീരീഡിലെ റൂളേഴ്സിനെ നമ്മൾ വിളിച്ച പേര് സുൽത്താൻസ് എന്ന് പറഞ്ഞു. സുൽത്താനേറ്റ് പീരീഡിൽ എത്ര രാജവംശങ്ങള്? 5 എണ്ണം. ഏതൊക്കെയാ? മാംലൂക്ക് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.